നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നീ ഒന്ന് വാ, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. പ്രവീണയുടെ കാര്യം സംസാരിക്കാനായിരിക്കും. ഇനി ഇവളെ എഴുന്നള്ളിച്ച് ഇവിടെ കൊണ്ടുവന്നത് ഇയാളായിരിക്കും, തള്ളിയിട്ടതിന് കണക്ക് തീർക്കാൻ. നിങ്ങൾ ചെല്ല്. ആ ദർശനെ വിളിച്ചിട്ടാണ് നമ്മളെ വിളിക്കുന്നത്. ഞാനങ്ങ് വരുന്നില്ല. ഇതിയേട്ടൻ ചെല്ല്. വാടി. നിന്നെ കൊണ്ടുപോവാൻ ബാംഗ്ലൂരിൽ നിന്നൊരു കൊട്ടേഷൻ ടീം വന്നിട്ടുണ്ട്. എടാ, അന്നത്തെ ആ കേസില്ലേ, ഹണി ട്രാപ്പ് കേസ്, പ്രവീണ കേസ്. അതിന്റെ ആൾക്കാരാ. എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടിയാ അവർ വന്നിരിക്കുന്നത്. വണ്ടിയും ഗുണ്ടകളുമായിട്ട് പുറത്തുപോണ്ട്. അങ്കിളെ, ആ കേസിൽ ഞാൻ നിരപരാധിയാണെന്ന് അന്നേ ഞാൻ അങ്കിളിനോട് പറഞ്ഞതല്ലേ. കർണാടക പോലീസ് പോലും വെറുതെ വിട്ടല്ലേ. എടാ, അങ്ങനെയല്ലല്ലോ. അവരെന്ന് ആവശ്യപ്പെട്ട തുക 1 ലക്ഷം രൂപ കൊടുത്തല്ലേ സെറ്റിലാക്കിയത്. അന്ന് അവളുടെ കയ്യിൽ നിന്ന് ആ വീഡിയോ ദൃശ്യങ്ങളൊക്കെ മടക്കി വാങ്ങണ്ടായിരുന്നോ? ഒരു എഗ്രിമെന്റ് എഴുതി വാങ്ങിക്കാതെ മണ്ടത്തരം കാണിച്ചിട്ട്. അല്ല, അവരെ ഇപ്പൊ ഈ ഹൽദിക്ക് വിളിച്ചാരാ? അത് പവിത്രനങ്ങളല്ലേ? ഈ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ടല്ലേ അങ്കിൾ ഇത് ചെയ്തത്? എടാ, ഞാൻ എന്തിനീ കല്യാണം മുടക്കണം? എന്റെ ചേച്ചിയല്ലേ ഈ കല്യാണം നടത്തുന്നത്. അളിയൻ ആവശ്യപ്പെട്ടതനുസരിച്ച് വിശ്വം ഫിനാൻസിൽ നിനക്ക് ജോലി തന്നത് പോലും എന്റെ ചേച്ചിയല്ലേ. അതിനെ ഞാൻ എതിർത്തത് പോലും ഇല്ലല്ലോ. ആ, എന്നിട്ടിപ്പോ എന്നെ പഴിച്ചായിരുന്നോ? പ്രവീണ നിൽക്കുന്ന കണ്ടില്ലേ? നിന്റെ പഴയ ഡാർലിംഗ് അല്ലേ? അല്ല, അങ്ങനെയാണല്ലോ നീ ചാറ്റിൽ അവളെ വിളിച്ചിരുന്നത്. ഹൽദി കഴിഞ്ഞ നിന്നെ അവർ കൊണ്ടുപോകും. ഇനിയിപ്പോ ഈ ഹൽദി നടന്നാലും ഈ കല്യാണം മുടങ്ങും. നിന്നെ അവർ കൊണ്ടുപോകും. കല്യാണം മുടങ്ങിക്കോട്ടെ. എന്തായാലും ഞാൻ അവളുടെ ബ്ലാക്ക് മെയിലിങ്ങിന് വീഴില്ല. ഇതേ ബാംഗ്ലൂരല്ല, കേരളം. അത് പോരല്ലോ. ഈ കല്യാണം നടക്കേണ്ടത് എന്റെ കൂടി ആവശ്യമല്ലേ? അവരിപ്പോ ഡിമാൻഡ് ചെയ്യുന്നത് 1-2 ലക്ഷം അല്ല,
5 ലക്ഷം രൂപ. അങ്കിളെ, അന്ന് ഞാൻ പറഞ്ഞല്ലേ, അവിടെ വരുന്ന മലയാളി പയ്യന്മാരെ ട്രാപ്പിലാക്കാൻ അവിടെ ഇതുപോലുള്ള മാഫിയ ടീമുണ്ട്. ഇവളും ഞാനും തമ്മിൽ അത്തരത്തിലൊരു ബന്ധവുമില്ല. ഓ, ബിയർ പബ്ബിൽ ഒരുമിച്ചൊരു ഡാൻസ് ചെയ്തു, അതല്ലാതെ മറ്റൊരു ബന്ധവുമില്ല. എടാ, അവരുടെ കയ്യിൽ തെളിവുകളുണ്ട്. നിങ്ങൾ ഒരുമിച്ചുള്ള നേക്കഡ് വീഡിയോസും ഒരുമിച്ച് ഡ്രഗ്സ് ഇഞ്ചെക്ട് ചെയ്യുന്നതും ഒക്കെ. എടാ, നീ കരുതുന്നത് പോലെ ഇതത്ര നിസ്സാരമായ കേസല്ല. നിന്നെ ഞാൻ രക്ഷിക്കാം. 5 ലക്ഷം രൂപ കൊടുത്ത് ഞാൻ ഈ പ്രശ്നം സോൾവ് ചെയ്യാം. പക്ഷേ എനിക്കൊരു ഡിമാൻഡുണ്ട്. എന്ത് ഡിമാൻഡ്? സംഗതി നിസ്സാര. നീ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറരുത്. മനസ്സിൽ നീ കല്യാണത്തിന് മുമ്പെങ്ങാനും മുങ്ങിക്കളയാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഉപേക്ഷിക്കണം. മര്യാദയ്ക്ക് വീണയെ കല്യാണം കഴിച്ച് സ്വന്തം നിലയ്ക്കങ്ങ് ജീവിക്കണം. എന്താ, സമ്മതിച്ചോ? എന്തെങ്കിലും പ്ലാൻ ഉണ്ടെന്ന് ശ്രേയ പറഞ്ഞു. ശ്രേയ അങ്ങനെ പറഞ്ഞെങ്കിൽ ഞാനിപ്പോൾ പറയുന്നു, ഒരു ഡിമാൻഡും ഹണിയും ട്രാപ്പും എനിക്കൊരു പ്രശ്നമല്ല. ശ്രേയ തയ്യാറാണെങ്കിൽ ഞാൻ അവളെയും കൊണ്ട് പോയിരിക്കും, ഉറപ്പ്. നിന്റെ ഒരു കളിയും നടക്കില്ല. ഹൽദി കഴിഞ്ഞ നിന്നെ തൂക്കിയെടുത്തവർ വണ്ടിയിലിട്ട് കൊണ്ടുപോകും. പിന്നെ നിന്നെ തിരിച്ചു കിട്ടാൻ 5 പകരം 10 ലക്ഷം ബാംഗ്ലൂരിൽ എത്തിക്കേണ്ടി വരും. എന്ത് പറയുന്നടാ നിഖിൽ മോനെ? എന്താ പവിത്ര പ്രശ്നം? നിന്റെ അച്ഛനോട് ഞാൻ പറയണോ? വേണ്ട, പ്ലീസ് അങ്കിളെ. നിഖിലേ, എന്താ പ്രശ്നം? ഹേയ്, ഒന്നുമില്ല. വീണയുമായുള്ള കല്യാണത്തിന് ഇവന് പുതിയൊരു ഡിമാൻഡ്. യതിയളിനെ കമ്പനിയിൽ നിന്ന് പുറത്താക്കണമെന്ന്. നല്ല മോൻ, നല്ല അച്ഛൻ. ആ മോള് ശ്രേ, നിന്റെ ബാംഗ്ലൂരിൽ നിന്ന് വന്ന ഹൽദിക്ക് വന്ന ഫ്രണ്ടില്ലേ പ്രവീണ, നിഖിലുമായിട്ട് അവര് പണ്ടേ ഡാൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ, നീ നിന്റെ ഫ്രണ്ട്സിനെ കൂടി വിളിച്ച് ഹൽദിയൊക്കെ അടിച്ച് പൊളിക്ക്. വാ പോടെ. എന്താ കാര്യം? എന്താ മോളെ? പ്രവീണ നിൽക്കുന്ന കണ്ടില്ലേ? നിന്റെ പഴയ ഡാർലിംഗ് അല്ലേ? അല്ല, അങ്ങനെയാണല്ലോ നീ ചാറ്റിൽ അവളെ വിളിച്ചിരുന്നത്. ഹൽദി കഴിഞ്ഞ നിന്നെ അവര് കൊണ്ടുപോകും. ഇനിയിപ്പോ ഈ ഹൽദി നടന്നാലും ഈ കല്യാണം മുടങ്ങും.